ഹായ് ഗായ്സ്, വെൽക്കം ടു ബിനീസ് കിച്ചൺ. ഗായ്സ്, ഞാനിവിടെ പച്ചമാങ്ങ കറി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുവാണ്. അതിന് വേണ്ടി ഞാനൊരു പച്ചമാങ്ങ എടുത്തിട്ടുണ്ട്. പച്ചമാങ്ങ ഇതുപോലെ കുഞ്ഞു കഷ്ണമായിട്ട് കട്ട് ചെയ്ത് ഞാൻ വേവിച്ചുകൊണ്ടിരിക്കുവാണ്. അതിനകത്ത് ഞാൻ 2 പച്ചമുളക്, 2 കൊച്ചുള്ളി, ഇച്ചിരിയും മഞ്ഞൾപ്പൊടി, ഇച്ചിരിയും കാശ്മീർ ചില്ലി പൗഡർ ആഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഇച്ചിരി ഉപ്പും ചേർത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചാൽ ഇത് വേവിക്കുന്നത്. ഇതിപ്പം നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി ഞാൻ അരപ്പ് റെഡിയാക്കുവാണ്. പച്ചമാങ്ങ കറി ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഞാൻ അരപ്പ് റെഡിയാക്കാൻ വേണ്ടി ഒരു 1/2 മുറി തേങ്ങ, കൊച്ചുള്ളി, ജീരകം, കരിയാപ്പില, ഒരു വെളുത്തുള്ളി ഇടുന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതുകൊണ്ട് ഒരു അല്ലി വെളുത്തുള്ളി നിങ്ങൾ ആഡ് ചെയ്യണം. അങ്ങനെ നമ്മുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട്. ഞാനിതങ്ങനെ മാങ്ങയ്ക്കകത്തോട്ട് ആഡ് ചെയ്യുവാണേ. ഞാനിത് മൺചട്ടിക്കകത്താണ് ഉണ്ടാക്കുന്ന മാങ്ങക്കറി. നിങ്ങൾക്ക് ഇച്ചൂട് കളർ വേണമെങ്കിൽ മഞ്ഞൾപ്പൊടി ഇച്ചൂട് ചേർക്കാമേ. ഇവിടെ ഞാൻ മാങ്ങക്കറിക്ക് കടുക് വറക്കാൻ വേണ്ടി കൊച്ചുള്ളി, കരിയാപ്പില, വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. നമ്മൾ താളിക്കാൻ നേരത്ത് മെയിനായിട്ട് അതിനകത്ത് ടേസ്റ്റ് കൊടുക്കുന്ന ഐറ്റമാണ് ഉലുവ. ഒരു 10-12 ഉലുവ എണ്ണ ചൂടായി കഴിയുമ്പോൾ ഇടണം. അത് കഴിഞ്ഞ് കടുക് ഇടണം, ചുമന്നുള്ളി, കരിയാപ്പില, ലാസ്റ്റിൽ വറ്റൽമുളക്. ആദ്യമേ വറ്റൽമുളക് ഇട്ട് കഴിഞ്ഞ് അത് കരിഞ്ഞു പോകും. നമ്മളിങ്ങനെ താളിച്ചിട്ട് കഴിഞ്ഞ് ഇത് അടച്ചു വെക്കണേ. ഉടൻ തന്നെ ഇളക്കാൻ പാടില്ല. ഒരു 5 മിനിറ്റ്സ് കഴിഞ്ഞ് ഇളക്കിയാൽ മതി. ഇനി ഞാൻ 5 മിനിറ്റ് കഴിഞ്ഞ് ഇതൊന്ന് ഇളക്കുവാണ്. അങ്ങനെ നമ്മുടെ അടിപൊളി മാങ്ങക്കറി റെഡി ആയിട്ടുണ്ട്. ലാസ്റ്റ് ഞാനതിനകത്ത് ഒരു 1/4 സ്പൂണ് പഞ്ചസാര ആഡ് ചെയ്തിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റാണ്, അടിപൊളി. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.